തന്റെ നാള് രേവതിയാണെന്നറിഞ്ഞ് തനിക്ക് 34 വയസ്സുവരെ ശുക്രദശയാണെന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് അതിനെന്താ താൻ മറുപടി പറഞ്ഞത്? ശുക്രൻ ഇത്ര മോശമാണെങ്കിൽ ശനിയിൽ എന്റെ ഗതി എന്താവും സാറേ എന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് തന്റെ സസ്പെൻഷൻ ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ താനാ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. പക്ഷേ രേവതി നക്ഷത്രക്കാരന്റെ ശുക്രദശയുടെ പവർ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇന്നലെ വൈകിട്ട് ഈ കവർ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നലെ ഡൽഹിയിൽ കൂടിയ ഒരു മീറ്റിംഗിൽ വെച്ച് സെൻട്രൽ മിനിസ്റ്റർ നമ്മുടെ മിനിസ്റ്ററോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. 2 ദിവസം മുമ്പ് ഏലപ്പാറയ്ക്ക് അടുത്ത് വെച്ചുണ്ടായ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ വ്യവസായ പ്രമുഖനും പൊതുപ്രവർത്തകനുമായ ബാലഗംഗാധരൻ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ നമ്മുടെ മൂപ്പിലാൻ പൊടുപ്പും തോങ്ങലും വെച്ച് തട്ടിവിട്ടെങ്കിലും ഡൽഹിയിലെ സാറിന് അതൊട്ടും തൃപ്തിയായില്ല. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ പുള്ളി ഇപ്പോ ഒരു നിർദ്ദേശം വെച്ചിരിക്കുക. ഇനി അങ്ങോട്ടുള്ള അന്വേഷണം താൻ നടത്തിയാൽ മതിയെന്ന അങ്ങേര് പറയുന്നത്. ഞാനോ? സാർ എന്തോ പറയുന്നത്? അതിന് അങ്ങേർക്ക് എന്നെ എങ്ങനെ അറിയാം? അതാണല്ലോ ഇതിലെ സസ്പെൻസ്. കൊല്ലപ്പെട്ട ബാലഗംഗാധരന്റെ അനന്തരവൻ ചെക്കൻ ഒരുത്തൻ സെൻട്രൽ ഹോം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ വിശ്വസ്തനത്രേ. തന്നെയൊക്കെ പോലെ ഒരു യങ് ബ്ലഡ്. അയാളാ ഈ കേസ് തന്നെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സെൻട്രൽ മിനിസ്റ്ററെ കൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയിപ്പിച്ചത്. ആ ഓർഡറാ ഈ കവറിൽ. എന്താ തനിക്കൊരു താല്പര്യമില്ലാത്ത പോലെ? കുറച്ചു മുമ്പ് വ്യവസായ പ്രമുഖനെന്നും സാമൂഹിക പ്രവർത്തകനെന്നും ഒക്കെ സാറ് വിശേഷിപ്പിച്ച ഈ ബാലഗംഗാധരന് സാറ് പറയാൻ വിട്ടുപോയ മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. ഹി വാസ് എ ക്രോണിക് വുമണൈസർ. അടുത്ത കാലത്തായി നടന്ന ഏതാണ്ട് 4ഓളം സ്ത്രീപീഡന കേസുകളിലെ പ്രതിയായിരുന്നു അയാൾ. That I know. So what? ഈ ഒരു സ്വഭാവം കൊണ്ടും പിന്നെ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും അയാൾ കാട്ടിയിട്ടുള്ള നെറുകേടുകൾ കൊണ്ടും സമൂഹത്തിലെ പല ഉന്നതരും അയാളുടെ ശത്രുക്കളായിരുന്നു. മാത്രമല്ല, യൂസഫിനെ പോലെ ഒരു 3-കിട പിമ്പിനെ പൂട്ടാൻ പോലും കെൽപ്പില്ലാത്ത ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് ഞാൻ ആ വമ്പന്മാർ അടുത്തേക്ക് ചെന്നാൽ എന്താവും സാർ എന്റെ ഗതി? അതിന് ഈ ബാലഗംഗാധരന്റെ വധത്തിന് പിന്നിൽ താൻ പറയുന്ന പോലെ ഏതെങ്കിലും വമ്പന്മാരുണ്ടെന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല. മീഡിയാസിലൂടെ താനും അറിഞ്ഞിരിക്കുമല്ലോ. ദക്ഷാദാസ് എന്ന 23-കാരി എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിൽ അവളും കൊല്ലപ്പെട്ടിരുന്നു. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയിൽ നിന്നും കൃത്യമായ പ്ലാനിങ്ങോടെ ദക്ഷ കരുതിക്കൂട്ടി ചെയ്തതാണിതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ ദക്ഷയും ബാലഗംഗാധരനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയമോ പൂർവ്വവൈരാഗ്യമോ ഉള്ളതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പോയിന്റിലാണ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ഈ ശ്രീറാം, താൻ ഇതുവരെ ഇടപെട്ട കേസുകൾ പോലെ ഇത് വെറും ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആവില്ല. I am sure this will be a different experience for you. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയുടെ വീഡിയോ ടേപ്പ് ഉൾപ്പെടെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മുണ്ടക്കയം തൊട്ടേ ആ പെണ്ണ് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഏലപ്പാറയ്ക്ക് അടുത്തെത്താറായപ്പോ മുതലാളി പറഞ്ഞിട്ട് ഞാൻ സൈഡ് കൊടുത്തു. മുന്നിൽ കയറിപ്പോകാൻ അവൾക്കും കയറ്റിവിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. 2 കാറുകൾ ഒരുപോലെ ആയപ്പോ അവള് മുതലാളിക്ക് നേരെ കൈവീശി കയ്യിലിരുന്ന് റിമോട്ട് കൺട്രോളിൽ അമർത്തി. പിന്നെ ഒരു പൊട്ടിത്തെറി. അതാണ് എന്റെ ഓർമ്മ. എന്തു തോന്നുന്നു കണ്ടിട്ട്? എനിക്കെന്ത് തോന്നാൻ? ഈ അവസ്ഥയിൽ അധികം കിടന്ന് നരയിക്കാതെ ആള് പോയല്ലോ, അത് തന്നെ വലിയ കാര്യം. അതല്ലടാ, ഇതിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ബാലഗംഗാധരിൽ നിന്നോ അതോ ദക്ഷയിൽ നിന്നോ? നേര് പറഞ്ഞ അക്കാര്യത്തിൽ ഞാനൊരല്പം കൺഫ്യൂസ്ഡാ. അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതുപോലെ എന്തെങ്കിലും പുതിയ പുകിലുമായിട്ടായിരിക്കും വിളിക്കുന്നതെന്ന്. എനിക്ക് പണി തന്ന് നിനക്ക് മതിയായില്ലേ ശ്രീ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലടാ, നീ പിന്നിലുണ്ടെങ്കിൽ എനിക്കതൊരു വലിയ കോൺഫിഡൻസാ. പക്ഷേ എനിക്കതങ്ങനല്ല. ആ യൂസഫിന്റെ കേസോടെ ഞാൻ പറഞ്ഞതാ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മഴക്കാലത്ത് അലക്കുകാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറായിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. അതുപോലെ ആർക്കും ഉപദ്രവമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി ഞാൻ എന്റെ കാലം കഴിച്ചോളാം.
ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. വേണ്ടടാ, ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. കൃത്യമായ പ്ലാനോടുകൂടി തന്നെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ബാലഗംഗാധരന് പൊളിറ്റിക്സിലും ബിസിനസ്സിലുമുള്ള സകലമാന ശത്രുക്കളുടെയും ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. നീ നോക്കിക്കോ, പൊക്കും ഞാൻ എല്ലാത്തിനും, അതിന് എത്ര വലിയ VIP ആണെങ്കിലും. എന്നാ നീ വിവരം അറിയും. എന്റെ ശ്രീ, നീ എടുത്തുചാട്ടം നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് വിവേചിച്ചറിയും. എന്നിട്ട് തുടങ്ങുന്നു ഇൻവെസ്റ്റിഗേഷൻ. 100 അധ്യായങ്ങളുള്ള ഒരു നോവലാണ് ബാലഗംഗാധരനെങ്കിൽ 2-3 പേജ് മാത്രം വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ആ പെണ്ണ് ദക്ഷ. രണ്ടിലേത് വായിച്ചാലും നമുക്കറിയേണ്ടത് ഒരേ കാര്യം. അപ്പൊ പിന്നെ ദക്ഷ എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും തുടങ്ങുന്നതാണ് നല്ലത്, അല്ലേ? അതെ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ തുടങ്ങിയിരിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. അത് നീ പോലും അറിയാതെ നിന്നെ കൊണ്ട് പറയിപ്പിച്ച എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാ? ഇതിനൊന്നും ചവിട്ടേണ്ടത് നിന്നെയല്ല, നിനക്ക് IPS തന്നവന്മാരെയാ. പോടാ. പോവാണോ? പിണങ്ങല്ലേ? ഇവിടെ സാർ, ചായ. എത്ര വയസ്സുള്ളപ്പോഴായി കുട്ടി? 15 വയസ്സ്. 10 പഠിക്കുകയായിരുന്നു. പത്രങ്ങളിലൊക്കെ അന്നത് വലിയ വാർത്തയായിരുന്നു. അന്നേ നിങ്ങൾ ഇവിടെയായിരുന്നു? അതെ. അതായത് സുദക്ഷണ കൊല്ലപ്പെട്ടത് മുതൽ ദക്ഷ മരിച്ചത് വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ, അല്ലേ? അച്ചോട്ടാ, എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും അച്ചോട്ടന് അറിയാൻ വഴിയില്ല സാർ. എന്തു വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം. ഓക്കെ. സ്വാഭാവികമായും എനിക്കറിയേണ്ടത് ദക്ഷയെക്കുറിച്ചാണ്. എന്തായിരുന്നു അവൾ? അല്ലെങ്കിൽ എന്തിനായിരുന്നു അവൾ? ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. എന്റെ ഭർത്താവ് ശിവദാസ് ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ദക്ഷയ്ക്ക് 6ഉം സുദക്ഷണയ്ക്ക് 12 വയസ്സായിരുന്നു പ്രായം. അന്ന് ഞാനും അദ്ദേഹവും ഒരേ കോളേജിൽ, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകർ. കണക്കിലേറെ സ്വത്തുണ്ടായിരുന്ന ഒരച്ഛന്റെ ഏക മകളായിരുന്നിട്ടും, ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ടും, ഒരാൺതുണയില്ലാതെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാനാവില്ലെന്ന മിഥ്യാബോധം എപ്പോഴും എന്നെയും പിടികൂടി. കോളേജിൽ അദ്ദേഹത്തിന് പകരക്കാരനായി വന്നാൽ എന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന് പകരക്കാരനായി. അവിടെ മുതൽ എനിക്ക് പിഴച്ചു തുടങ്ങിയിരുന്നു. ലോകത്ത് പെണ്ണായി പിറന്ന എന്തിനെ ദുഷിച്ച കണ്ണോടെ മാത്രം നോക്കിയിരുന്ന ഒരു നെറുകെട്ട മനുഷ്യൻ, സ്വന്തം മകളെപ്പോലെ കാണേണ്ടിയിരുന്ന എന്റെ സുദർശനെ ദക്ഷയുടെ കൺമുമ്പിൽ വെച്ച് അന്നെനിക്ക് നഷ്ടപ്പെട്ടത് സുദർശനെ മാത്രമല്ല, ദക്ഷയും കൂടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം കുറ്റക്കാരനല്ലെന്ന കണ്ടെത്തലോടെ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു. വിധിയറിഞ്ഞ് കോടതിക്ക് പുറത്തെത്തിയ അയാളെ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തിയുമായാണ് ദക്ഷ നേരിട്ടത്. ഭാഗ്യം കൊണ്ട് അന്നയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾക്ക് നേരെ എന്തെങ്കിലും ശ്രമങ്ങളുണ്ടായോ ദക്ഷയുടെ ഭാഗത്തു നിന്ന്? എന്റെ അറിവിൽ ഒരു തവണ കൂടി ഉണ്ടായിട്ടുണ്ട്. അവള് +2 പഠിക്കുമ്പോൾ ടൗണിലെ ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ച്. മരിക്കുന്നത് വരെയും ഈ രണ്ടാനച്ഛനോടുള്ള പക. ഐ എം സോറി, എനിക്ക് അയാളുടെ പേരറിയില്ല. ഐസക് പണിക്കർ. മിസ്റ്റർ ഐസക് പണിക്കരോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു? പഴയതുപോലെന്നല്ല, ദിവസം ചെല്ലുന്തോറും അവൾക്ക് അയാളോട് പക കൂടുകയായിരുന്നു. അതായത് ദക്ഷ ഒരു കൊലപാതകത്തിന് ഒരുങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ടിയിരുന്നത് ഐസക് പണിക്കറുടെ മുഖമാവണം. അതെ. പിന്നെ അതിനിടയ്ക്ക് ബാലഗംഗാധരൻ എങ്ങനെ കയറി വന്നു? ദക്ഷയ്ക്ക് അയാളോട് ഇത്ര പക തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്കറിയില്ല സർ. പക പോയിട്ട് ദക്ഷയ്ക്ക് അയാളെ പരിചയം പോലും ഇല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതാണ് ദക്ഷയുടെ റൂം. വീട്ടിലെത്തിയാൽ അവൾ ഏറിയ സമയം ഇതിനുള്ളിൽ തന്നെയായിരുന്നു.
ഈ സിസ്റ്റം ദക്ഷയുടേതാണോ? അതെ, Can I? പ്ലീസ്. ഇവിടെ അടുത്തെവിടെ ഒരു കരിങ്കൽ ക്വാറി ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഈ ശബ്ദം. 1 കിലോമീറ്റർ അപ്പുറത്തൊന്നുണ്ട്. weaponsworld.com, firearmblog.com, totaldestroyer.com, armsandammunitions.com. മരിക്കുന്നതിന് മുൻപോ പിൻപോ ദക്ഷയല്ലാതെ മറ്റാരെങ്കിലും ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവളുടെ മാത്രമായിരുന്നു. ഓക്കെ. എന്താ സർ, എന്തെങ്കിലും കുഴപ്പം? ഹേയ്, ഒന്നുമില്ല. നത്തിങ്. ഈ അച്യുതൻ നായരല്ലാതെ ഇവിടെ മറ്റാരുമില്ലേ സഹായത്തിന്? കുക്കിങ്ങിനും അകമ്പണിക്കുമായി ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വരും. പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോ അവരുടെ ഭർത്താവ് വന്ന് ചെയ്യും. അയാൾക്ക് ക്വാറിയിലാണ് സ്ഥിരം പണി. എന്താ അയാളുടെ പേര്? കേളു.